ഹലോ, ഞാൻ ജാനകിയാണ്. എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി വിഷു. സോ ഫോർ എ ചേഞ്ച് ഇപ്രാവശ്യത്തെ വിഷുവിന് ഞാൻ വിഷുവിൻ്റെ വ്ളോഗല്ല ഇടുന്നത്, നമ്മൾ തിരുപ്പതിക്ക് പോയ വ്ളോഗാണ് ഇടുന്നത്. എൻ്റെ ലാസ്റ്റ് വ്ളോഗ് നമ്മൾ വെല്ലൂരിലായിരുന്നു. നമ്മൾ ഗോൾഡൻ ടെമ്പിളൊക്കെ വിസിറ്റ് ചെയ്തു. ആ വീഡിയോ കാണാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണണേ. ഇന്ന് നമ്മൾ വെല്ലൂരിൽ നിന്ന് തിരുപ്പതിയിലേക്ക് പുറപ്പെട്ടു. ആദ്യം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടയാർ ആനന്ദ ഭവനിൽ കയറിയിട്ട് A to B. ആസ് യൂഷ്വൽ ഞങ്ങൾ എല്ലാവരും രാവിലെ ഓർഡർ ചെയ്തത് മസാല ദോശയും ഗീ റോസ്റ്റൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ബട്ട് ഫോർ എ ചേഞ്ച് ഞങ്ങൾ രാവിലെ തന്നെ ചാട്ട് സെക്ഷനിൽ ദഹിപൂരി ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഉഗ്രൻ ദഹിപൂരി ആയിരുന്നു. നിങ്ങൾ A to B വരുമ്പോൾ എന്തായാലും ഓർഡർ ചെയ്ത് നോക്കേണ്ടതാണ് കേട്ടോ ഇവരുടെ ചാട്ട്. അവിടെ A to B തന്നെ കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് വുഡൻ ടോയ്സ് ഒക്കെ മേടിച്ച് നമ്മുടെ യാത്ര തുടർന്നു. പോണ വഴി നല്ല ഭംഗിയുള്ള റോഡും നല്ല ഉഗ്രൻ സീനറിയൊക്കെ കാണാൻ പറ്റിയിട്ട് അങ്ങനെ നമ്മൾ തിരുപ്പതി എത്തി. ഇവിടെ ഒരു ചെക്ക് പോയിൻ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ നമ്മുടെ ലഗേജസ് ഒക്കെ സ്കാൻ ചെയ്യണം. പിന്നെ നമ്മുടെ വണ്ടി അവർ കയറി ചെക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരുമല കയറാൻ തുടങ്ങി. നമ്മൾ പോണ വഴിയെല്ലാം നല്ല ഉഗ്രനായിരുന്നു കേട്ടോ, നല്ല ഉഗ്രൻ സീനറി ആയിരുന്നു. ഈ വഴി വൺ വേ ആണ് കേട്ടോ. നമ്മൾ ഈ വഴി കൂടെ തിരുമല കയറിയാൽ നമ്മൾ വേറെ വഴി കൂടെ ആയിരിക്കും കേട്ടോ തിരുമല ഇറങ്ങണത്. ഈ ഒരു ട്രിപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എൻ്റെ അപ്പൂപ്പൻ്റെ സപ്തതി ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട്. വെല്ലിമേം വില്ലേജിന് ഒഴിച്ചിട്ട് ബാക്കി ഞങ്ങൾ 6 പേരുടെയും ഫസ്റ്റ് വിസിറ്റാണ് കേട്ടോ തിരുപ്പതിയിലേക്ക്. ഇതാണ് കേട്ടോ ഗീതോപദേശം പാർക്ക്. നമ്മൾ കയറിയൊന്നുമില്ല, നമ്മൾ പോണ വഴി കണ്ടു. നമ്മൾ പോണ വഴി തിരുപ്പതി ബാലാജിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രതിമ കണ്ടു കേട്ടോ. ഞങ്ങൾ താമസിച്ചത് സുധാകൃഷ്ണ നിലയം എന്ന് പറഞ്ഞിട്ടൊരു ഗസ്റ്റ് ഹൗസിലായിരുന്നു കേട്ടോ. നല്ല ഉഗ്രൻ റൂംസ് ആയിരുന്നു. അവർ നമുക്കൊരു റൂം പെട്ടെന്ന് തന്നു, കാരണം നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് പുറത്തു പോകാനുള്ളതുകൊണ്ട്. നമ്മൾ അങ്ങനെ ഒന്ന് പുറത്തു പോകാൻ പോവാണ് കേട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടില്ല, അപ്പോൾ നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ പ്രസാദം കഴിക്കാൻ പോവുകയാണ്. അമ്മയുടെ വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അമ്പലത്തിലത്തെ തന്നെ അന്നപ്രസാദം കഴിക്കണമെന്ന്. ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ബസ്സാണ്. തിരുമലയിൽ ഫ്രീ സർവീസ് കൊടുക്കുന്ന ഒരു ബസ്സാണ് കേട്ടോ അത്. നമ്മൾ അങ്ങനെ അന്നപ്രസാദം കഴിക്കാൻ പോണ സ്ഥലത്തെത്തിയിട്ടോ. നല്ല വലിയ ഹ്യൂജ് ഹാളായിരുന്നു. തിരക്ക് കാരണം ഞാനും അമ്മമ്മയും കുഞ്ഞീച്ചേട്ടനും വേറെ റൂമിലും അമ്മയും അപ്പൂപ്പനും വല്യമ്മയും വില്ലേജിനും വേറെ റൂമിലായിരുന്നു കേട്ടോ. ഒരു കോംപ്ലക്സിൽ തന്നെ വലിയ വലിയ കുറേ ഹ്യൂജ് ഹാളുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഒറ്റ സ്ട്രെച്ചിൽ തന്നെ കുറേ പേർക്ക് പ്രസാദം കഴിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പം നിങ്ങൾ ക്യൂ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ തിരക്കാണെന്ന് പറഞ്ഞ് കയറാണ്ടിരിക്കരുത്, കാരണം വലിയ വലിയ ഹാളാണ്. ക്യൂ ഒക്കെ പെട്ടെന്ന് അണങ്ങിക്കോളൂ കേട്ടോ. സാമ്പാർ, രസം, മോര്, പിന്നെ ഒരു ബീട്രൂട്ട് തോരനും ചമ്മന്തിയും പിന്നെ ഒരു സ്വീറ്റ് പൊങ്കലും ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള വ്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ ജനലിൻ്റെ അവിടെ നിന്ന്. പിന്നെ ഈ ഇവിടുത്തെ വാഷ്റൂമിൻ്റെ ഒരു കണ്ണാടിക്ക് പ്രത്യേകത ഉണ്ട് കേട്ടോ. നോക്കിക്കോ, ലൈറ്റ് ഇങ്ങനെ വേറെ വേറെ വരും കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. രാത്രിയായപ്പോൾ ഞങ്ങൾ ഒന്നും കൂടി അമ്പലത്തിലേക്ക് ഇറങ്ങി. അമ്പലത്തിലൊക്കെ രാത്രി നടക്കാൻ നല്ല രസമാണല്ലോ. പിന്നെ ഞങ്ങൾ തിരുപ്പതി ബാലാജിയുടെ കുറച്ച് ഫ്രെയിംഡ് പിക്ചേഴ്സും മേടിച്ചു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. അമ്മമ്മയും അപ്പൂപ്പനും വന്നില്ല, കാരണം അവർ കുറച്ച് ടയേർഡായിരുന്നു. നമുക്ക് നാളെ രാവിലെ 10:30 കേട്ടോ ദർശനം കിട്ടിയിരിക്കുന്നത്. നമുക്ക് VIP ബ്രേക്ക് ദർശനമാണ് കേട്ടോ കിട്ടിയത്. വില്ലേജൻ കാരണമായിരുന്നു കേട്ടോ, നമുക്ക് പെട്ടെന്ന് തൊഴുതിറങ്ങാൻ പറ്റി. അങ്ങനെ രാവിലെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ ഇറങ്ങുകയാണ്.
എൻ്റെ പാവാടയും ബ്ലൗസും കാണാൻ എങ്ങനെയുണ്ട്? അമ്മ തയ്ച്ചെന്നാണ് കേട്ടോ. സദ്യമ്മ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന മെറ്റീരിയലാണ്. കൊള്ളാമോ? ഞങ്ങളങ്ങനെ സുഖമായിട്ട് തിരുപ്പതി ബാലാജീനെ തൊഴുതു. അവിടെ കയറി ചെല്ലുമ്പോൾ ഒരു ഹെവനിലേക്ക് കയറി ചെല്ലുന്ന മാരത്തെ ഫീലിംഗ് ആണ് കേട്ടോ. എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും പോകേണ്ട സ്ഥലമാണ്. എനിക്കെന്തായാലും നല്ലോണം ഇഷ്ടമായി കേട്ടോ. ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. ഇത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്ഥലം ഞാൻ ഇന്ത്യയിൽ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. അവർ 24 hours തിരുമലയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് എവിടെ വേണമെങ്കിലും ചെരുപ്പിടാണ്ട് നടക്കാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരുമല ഇറങ്ങണ വഴി നല്ല ഉഗ്രം സീനറിയാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങണ വഴി ആഞ്ജനേയൻ്റെ ഒരു കോവിൽ കണ്ടു കേട്ടോ. നല്ല ഹ്യൂജ് ഹനുമാൻ്റെ മൂർത്തിയായിരുന്നു. പോണ വഴി ഇതേ നമ്മൾ വേറൊരാളെയും കൂടി കണ്ടു കേട്ടോ. മ്ലാവായിരുന്നു കേട്ടോ. അതൊരു കൈൻഡ് ഓഫ് ഡിയറാണ്. നമ്മളെ കാണാൻ വേണ്ടി കാത്തിരുന്ന മാതിരിയാണ് കേട്ടോ അത് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നേ. ഈ മലയുടെ അറ്റത്ത് കാണുന്നത് ഗരുഡൻ്റെ ഷേപ്പാണെന്നാണ് കേട്ടോ പറയണത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ? എനിക്ക് ചെറുതായിട്ട് ഗരുഡൻ്റെ ഷേപ്പ് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ തിരുമലയൊക്കെ ഇറങ്ങി. ഇനി നമ്മൾ പോകാൻ പോണത് കാഞ്ചീപുരത്തേക്കാണ് കേട്ടോ. നമ്മൾ അവിടെ ആയിരിക്കും സ്റ്റേ. എൻ്റെ അടുത്ത വ്ളോഗ് അതായിരിക്കും. ഒരു സ്പെഷ്യൽ താങ്ക്സ് ടു എൻ്റെ വല്യച്ഛൻ ആൻഡ് വല്യമ്മ. അപ്പൂപ്പ, വിഷ് യു എ വെരി ഹാപ്പി ബർത്ത്ഡേ. പിന്നെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒന്നും കൂടി ഹാപ്പി വിഷു. എൻ്റെ തിരുപ്പതി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നമുക്ക് കാഞ്ചീപുരത്തിൻ്റെ വ്ളോഗായിട്ട് ഉടനെ കാണാം. ബൈ.